മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. ഇന്ന് ഉച്ചയ്ക്ക് 11:45 മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗംബോധ് ഘാട്ടിൽ സംസ്കരിക്കും. സംസ്കാരത്തിന് പ്രത്യേക സ്ഥലം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിൽ തീരുമാനമുണ്ടായില്ല. വിശദാംശങ്ങളുമായി അനൂപ് ദാസ് അവിടെ നിന്നും ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്കാര ചടങ്ങുകൾ 11:45 പ്രത്യേക സ്ഥലം വേണമെന്ന ആവശ്യം അനുവദിക്കപ്പെട്ടില്ല. അതിൽ പരാതിയോ പ്രതിഷേധമോ മറ്റോ ഉണ്ടോ? വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? അതെ, പ്രത്യേക സ്ഥലം വേണമെന്നൊരാവശ്യം മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സാധ്യമായിട്ടില്ല. നിഗംബോധ് ഘാട്ടിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് ഇന്ന് 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചത്. കുറച്ചുകൂടി സമയമുണ്ട്. ആദ്യം ഇന്ന് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം, 1 മണിക്കൂർ കൂടി അദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം വീട്ടിൽ ഇവിടെ നിന്ന്, ഞാനിപ്പോൾ AICC ആസ്ഥാനത്താണ്, ഇവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ 8 മണി വരെ ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ട്. 8 മണിക്ക് വിലാപയാത്രയായി ഇവിടേക്ക് വരും. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ കാണാം, AICC ആസ്ഥാനത്തേക്ക് നമ്മൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ AICC ആസ്ഥാനത്തിൻ്റെ മുറ്റത്ത് ബാരിക്കേഡുകൾ വെച്ച് ഡൽഹി പോലീസ് കൂടി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആളുകൾ ഇതുവഴി അകത്തേക്ക് കയറിപ്പോകും. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ AICC ആസ്ഥാനത്തിൻ്റെ വലതുഭാഗത്തുള്ള ഗ്രൗണ്ട് ഒരു പന്തൽ കെട്ടി ആളുകൾക്ക് മൻമോഹൻ സിംഗിനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാമാണ് ഇന്ന് കാര്യമായിട്ടുണ്ടാവുക. ഇന്നലെ മൻമോഹൻ സിംഗിൻ്റെ വീട്ടിലേക്ക് എത്തിയത് പ്രധാനമായിട്ടും രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരൊക്കെയാണ്. എന്നാൽ ഇന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ അവസാനമായി മൻമോഹൻ സിംഗിനെ കാണാനുള്ള ഒരു അവസരമാണ് ഇവിടെ പ്രധാനമായും ഒരുങ്ങുക. പക്ഷേ 1 മണിക്കൂർ സമയം മാത്രമാണ്. 8:30 മുതൽ 9:30 വരെയാണ് പൊതുദർശനമുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി ഇന്നലെ അറിയിച്ചത്. സംസ്കാര സ്ഥലം ഏത് എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നില്ല. എന്നാൽ നിഗംബോധ് ഘാട്ടിലാണ് സംസ്കാരം എന്ന് ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്നലെ രാത്രിയോടുകൂടി അറിയിച്ചത്. എന്തായാലും ആ കാര്യത്തിൽ ചെറിയൊരു വിവാദം ഉടലെടുക്കുന്നുണ്ട്. കാര്യം 10 വർഷം പ്രധാനമന്ത്രിയായ ആളാണ്. രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാർക്ക് അവരുടെ സംസ്കാരം നടത്താനൊക്കെ പ്രത്യേകമായ സ്ഥലം രാജ്ഘട്ടിന് സമീപത്തായിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ മൻമോഹൻ സിംഗിനും അന്ത്യവിശ്രമം ഒരുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വലിയൊരു സിഖ് നേതാവ് കൂടിയായിരുന്ന സിഖ് സമുദായത്തിൽ നിന്നുള്ള വലിയ നേതാവ് കൂടിയായിരുന്ന മൻമോഹൻ സിംഗിന് ഒരു ആവശ്യമായ യാത്രയയപ്പ് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുഖ്ബീർ സിംഗ് ബാഗൽ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, പ്രധാനമന്ത്രി ഇടപെടണം, ഈ തീരുമാനം തിരുത്തണം എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ 1 മണിക്കൂർ നേരം മൻമോഹൻ സിംഗിൻ്റെ വീട്ടിലുള്ള പൊതുദർശനം, അത് കഴിഞ്ഞ് വിലാപയാത്ര ഒരു 500 മീറ്റർ മാത്രമാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും മൻമോഹൻ സിംഗിന് അവസാനമായി യാത്രയയപ്പ് നൽകാൻ. എന്തായാലും AICC ആസ്ഥാനത്ത് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടായതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അനൂപ് ദാസ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ. ഇന്ന് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുണ്ടോ? ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളാരും തിരിച്ചു പോയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ശശി തരൂരാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. KC വേണുഗോപാലാണ് ഇവിടെ AICC ആസ്ഥാനത്ത് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. KC വേണുഗോപാലാണ്. മറ്റ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഇനിയും കുറച്ച് നേതാക്കൾ പുതുതായി ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് എത്തിയിട്ടുമുണ്ട്. അവരെല്ലാം മൻമോഹൻ സിംഗിൻ്റെ അവസാന യാത്രയിൽ, വിലാപയാത്രയിലെല്ലാം ഒരുമിച്ച് ചേരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ, വികസനത്തിൽ, സാമ്പത്തികമായ ഒരു തിരിച്ചുവരവിലെല്ലാം വലിയ പിന്തുണയാർജിച്ച, അല്ലെങ്കിൽ വലിയ മുന്നോട്ട് പോക്കിന് തുടക്കം കുറിച്ച ഒരു നേതാവ്, തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വലിയ പങ്ക് വഹിച്ച, നിയമനിർമ്മാണങ്ങളുടെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ആൾ എന്നുള്ളതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിനാണ് രാജ്യം ഇന്ന് യാത്രയയപ്പ് നൽകുന്നത്. എന്തായാലും ഇന്ന് AICC ആസ്ഥാനത്തെ ഈ ഒരു പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് പേർ എത്തും എന്നാണ് കരുതുന്നത്. എന്തായാലും റീത്തുകൾ, AICCക്ക് വേണ്ടിയുള്ള റീത്തുകളാണ്
ഇപ്പോൾ ACC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി. ചടങ്ങുകളോടെ ആയിരിക്കില്ലേ സംസ്കാരം നടക്കുക? അതെ, മതാചാര പ്രകാരമുള്ള ചടങ്ങുകളോടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പക്ഷേ ഇവിടെ അത്തരം ചടങ്ങുകൾ ഉണ്ടാവില്ല. ACC ആസ്ഥാനത്ത് പൊതുദർശനവും ആളുകൾക്ക് പൂക്കൾ അർപ്പിക്കാനുള്ള അവസരം, അതുപോലെ തന്നെ റീത്ത് വെക്കാനുള്ള അവസരം ഇത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ തന്നെ അനൂദാസ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഡൽഹി പോലീസാണ് എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? ACC ആസ്ഥാനത്ത് ഒരു വലിയ തിരക്ക് തന്നെ ഉണ്ടാവും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവരുടെ. അതിന്റെയും നിയന്ത്രണം മുഴുവനായും ദില്ലി പോലീസ് വളരെ കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കരുതുന്നു. അതെ, ഡൽഹി പോലീസ് തന്നെയാണ് ഇവിടെയും നിയന്ത്രണം ഏറ്റെടുത്തത്. ഇപ്പോൾ നോക്കൂ, ACC ആസ്ഥാനത്തിന് മുന്നിലുള്ള ബാരിക്കേഡുകളാണ്. ഡൽഹി പോലീസ് സ്ഥാപിച്ചതാണ് ഈ ബാരിക്കേഡുകൾ. അത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് കടക്കുമ്പോഴും നേരത്തെ ഉള്ളിൽ ബാരിക്കേഡുകൾ വെക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളിലും ബാരിക്കേഡുകൾ വെച്ച് ആളുകളെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. മാത്രമല്ല പരിശോധന, ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ പരിശോധന നടത്തിയിട്ടാണ് ആളുകളെ ഉള്ളിലേക്ക് കയറ്റുക. ആ പരിശോധന നടത്തുന്നത് ഡൽഹി പോലീസാണ്. അതായത് തിരക്ക് നിയന്ത്രിക്കാനുള്ള സകലമാന സൗകര്യവും ACC ആസ്ഥാനത്ത് ഒരുക്കുന്നത് ഡൽഹി പോലീസ് തന്നെയാണ്. പരിശോധിച്ച് മാത്രമേ ആളുകളെ അകത്തേക്ക് കടത്തുന്നുള്ളൂ. ഇവിടെ ഡൽഹി പോലീസും അകത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ നടത്തും. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ അവസാന യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശരിയാണോ? അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. 11:45 നടക്കുക. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് അനുവദിച്ചിരുന്നില്ല.